സീതാപൂർ എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സരസ്വതി എന്ന പേരുള്ള വൃദ്ധയായ സ്ത്രീ തന്റെ പേരക്കുട്ടിയോടൊപ്പം ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് ബൻസി. അവന് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബൻസിയുടെ മാതാപിതാക്കൾ കുറച്ചു മുൻപേ മരണമടഞ്ഞിരുന്നു. അപ്പോൾ മുതൽ സരസ്വതി അമ്മയാണ് ബൻസിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അവരുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. മുത്തശ്ശി, ഇന്ന് ഗ്രാമത്തിന്റെ പുറത്തിൽ വന്നിട്ട് സർക്കസ് വെച്ചിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള എല്ലാ പിള്ളേരും ആ സർക്കസിന് പോകുന്നുണ്ട്. എന്നെ അവരുടെ കൂടെ ഒന്ന് പോകാൻ അനുവദിക്കോ? ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്നെ കാണാതായെങ്കിലോ? നിന്നെ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ അങ്ങോട്ടേക്ക് വിടില്ല. ബൻസി ഇങ്ങനെ വാശി പിടിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് അവരുടെ അയൽവാസി ഭീംനാഥ് വന്നു. അമ്മേ, ബൻസിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. ആ സർക്കസ് അവിടെ കുറെ സ്വീറ്റ്സും ബണ്ണൊക്കെ കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ബൻസിയെ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കിക്കോളാം. നിങ്ങളൊന്നും വിഷമിക്കണ്ട. മുത്തശ്ശി, ഇപ്പോഴെങ്കിലും ഒന്ന് പോവാൻ വിടുവോ? എനിക്കും പോയിട്ട് ആ സർക്കസ് കാണണം. ശരി ശരി, അങ്ങനെയെങ്കിൽ നീ പൊയ്ക്കോ. ദാ 5 രൂപ. സരസ്വതി തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന 20 രൂപയിൽ 5 രൂപ ബൻസിക്ക് കൊടുത്തുവിട്ടു. ബാക്കി 15 രൂപ തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. അത് പാൽക്കാരനും പച്ചക്കറിക്കാരനും കൊടുക്കണമായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ബൻസിയെ സംരക്ഷിക്കണേ. ഒരു ഒഴിവുള്ള ദിവസമായിട്ടുകൂടി അവനെ എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ബൻസി ഭീംനാഥിന്റെ കൂടെ ഉത്സവപ്പറമ്പിലേക്ക് പോയി. ഗ്രാമത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഉത്സാഹഭരിതരായിരുന്നു. ചിലർ കളിപ്പാട്ടം വാങ്ങാൻ ആഗ്രഹിച്ചു, മറ്റു ചിലർ മിഠായി. ബൻസി മാത്രം ശാന്തനായി അവരെ നോക്കിക്കൊണ്ടു നിന്നു. എന്റെ കയ്യിൽ 10 രൂപയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നല്ല കളിപ്പാട്ടം വാങ്ങും. എന്റെ അടുത്തും കാശുണ്ട്. ഞാനൊരു നല്ല പാവ വാങ്ങാൻ പോവാണല്ലോ. പിന്നെ കുറെ ഞാൻ സ്വീറ്റ്സും കഴിക്കാൻ പോവുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഭീംനാഥിന്റെ കൂടെ ഉത്സവപ്പറമ്പിലേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ അലങ്കാരങ്ങൾ കണ്ട് ബൻസിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഭീംനാഥ് ബൻസിയോട് പറഞ്ഞു, പോ മോനെ ബൻസി, പോയി എന്തെങ്കിലും കളിച്ചിട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് പോയി കഴിച്ചിട്ട് വാ. അങ്കിൾ, ഇവിടെ ഈ പാത്രം കട എവിടെയാ ഉള്ളത്? ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്നാ വിചാരിക്കുന്നത്. പാത്രക്കടയിൽ നിനക്കെന്താ ജോലിയുള്ളത്? ദേ അവിടെ നോക്ക്, അവിടെ മുമ്പിലാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് കേട്ട് ബൻസി വേറെ യാതൊന്നും ആലോചിക്കാതെ പാത്രത്തിന്റെ കടയിലേക്ക് ഓടി. ഈ ചിംട്ട എത്രയാണ്? 8 റുപ്യ. നിങ്ങൾ എനിക്ക് ഈ ചിംട്ട ഒരു 5 റുപ്യക്ക് തരാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ ബൻസി ചിന്തിച്ചു, ആ കടക്കാരൻ തന്നെ വഴക്കു പറയുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആ കടക്കാരൻ ചിംട്ട 5 രൂപയ്ക്ക് ബൻസിക്ക് കൊടുത്തു. ആ ചിംട്ടയും വാങ്ങി ബൻസി ഭീംനാഥിന്റെ സമീപത്തേക്കെത്തി. എടാ ബൻസി, നീ എന്തിനാ ഈ ചിംട്ട വാങ്ങിയിരിക്കുന്നത്? എന്റെ മുത്തശ്ശി റൊട്ടി ചുടുമ്പോൾ അവരുടെ കൈ പൊള്ളി പോകുന്നുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഞാൻ ഈ ചിംട്ട വാങ്ങിയത്. ഇപ്പൊ അവര് ചപ്പാത്തി ചുടുമ്പോൾ അവരുടെ കൈ പൊള്ളില്ലല്ലോ. ബൻസിയും ഭീംനാഥും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ മറ്റു കുഞ്ഞുങ്ങളും എത്തി. അവർ രണ്ടുപേരും ബൻസിയുടെ കയ്യിലുള്ള ചിംട്ട കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഞാൻ മണ്ണിന്റെ പട്ടാളക്കാരനെ വാങ്ങി. എന്റെ പട്ടാളക്കാരൻ എന്റെ വീട് സംരക്ഷിക്കും. എടാ, ഇത് കണ്ടില്ലേ, ഞാൻ പുതിയ വക്കീൽ വാങ്ങിയിട്ടുണ്ട്. എന്റെ വക്കീൽ ദിവസം ഒരു കേസ് വാദിക്കും. ബൻസിയുടെ കയ്യിൽ ചിംട്ടയാ ഉള്ളത്. ആ ചിംട്ട കൊണ്ട് ബൻസിക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. എന്റെ ചിംട്ടനെ കണ്ട് പേടിച്ച് നിന്റെ ശിപ്പായിയും പിന്നെ ഈ വക്കീലും രണ്ടുപേരും സ്ഥലം കാണാതെ അങ്ങ് ഓടിപ്പോവും. നിങ്ങളുടെ 2 പേരുടെ പാവയും മണ്ണിലാണ് ചെയ്തത്. തറയിൽ വീണ് പോയാൽ അത് പൊട്ടിപ്പോകും. പിന്നെ എന്റെ ഈ ചിംട്ട ഇരുമ്പിൽ ചെയ്തതാണ്. ഇത് പല വർഷങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കും. നിന്റെ ചിംട്ട ദിവസവും തീയിലാണ് അടി വാങ്ങാൻ പോകുന്നത്. ശരിക്കുള്ള ഹീറോ ആണ് തീക്കളി കളിക്കാൻ പോകുന്നത്. എന്റെ ചിംട്ടയാണ് ശരിക്കുള്ള ഹീറോ. എല്ലാ മത്സരങ്ങളിലും ബൻസിയുടെ ചിംട്ടയാണ് ജയിച്ചത്. ബൻസിയുടെ പക്വത കണ്ട് ഭീംനാഥ് ചിരിച്ചുകൊണ്ടേയിരുന്നു. ബൻസി തന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോയി ആ ചിംട്ട കൈമാറി. ഇതെന്താ ബൻസി, നീ എന്താ ഈ ചിംട്ട വാങ്ങിയത്? നിനക്ക് ഉത്സവപ്പറമ്പിൽ എത്രമാത്രം സാധനങ്ങൾ കഴിക്കാമായിരുന്നു, കളിപ്പാട്ടങ്ങൾ വാങ്ങാമായിരുന്നു. ഇവിടെ നോക്കു മുത്തശ്ശി, നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കൈ പൊള്ളി പോകുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ ചിംട്ട വാങ്ങിച്ചത്. ബൻസി പറഞ്ഞത് കേട്ട് മുത്തശ്ശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വന്നു.
എന്റെ കയ്യിൽ കുറച്ചുകൂടി പണം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബൻസിക്ക് എല്ലാ സുഖങ്ങളും നൽകാൻ കഴിയുമായിരുന്നു. അവന് നല്ല വസ്ത്രങ്ങൾ, നല്ല കളിപ്പാട്ടങ്ങൾ എല്ലാം വാങ്ങി നൽകുമായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. സരസ്വതി എങ്ങനെയൊക്കെയോ തന്റെ ജീവിതം തള്ളി നീക്കി. ഒരു രാത്രി പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി. ഇടിമിന്നലും വളരെ കൂടുതലായിരുന്നു. പെട്ടെന്ന് ബൻസിയുടെ ശ്രദ്ധ വീടിന് പുറത്തേക്ക് പോയി. അവിടെ അവൻ എന്താണ് കണ്ടതെന്നോ, ഒരു ചെറിയ ദേവത അവനെ വിളിക്കുന്നത് പോലെ തോന്നി. ബൻസി, എന്റെ അടുത്തേക്ക് വാ, വരൂ, നിനക്ക് വേണ്ടി ഞാൻ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുഞ്ഞു ദേവതയുടെ ശബ്ദം കേട്ട് ബൻസി അവളുടെ അടുത്തേക്ക് പോയി. അവിടെ ആ ദേവത ഒരു കുഞ്ഞു വണ്ടിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ബൻസിയോട് പറഞ്ഞു, നീ നിന്റെ മുത്തശ്ശിയോട് പറയണം ഈ വണ്ടിയിൽ കോഫ്ത ഉണ്ടാക്കി വിൽക്കണമെന്ന്. മധുരമുള്ള കോഫ്ത, പാലക്കിന്റെ കോഫ്ത, പിന്നെ പനീർ കോഫ്ത. പക്ഷേ നീ ആരാണ്? നീ എന്തിനു വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത്? അത് കേട്ടപ്പോൾ ആ കുഞ്ഞു ദേവത ബൻസിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിന്റെ അച്ഛൻ ഒരുപാട് കാലം മുന്നേ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ നല്ലോണം കോഫ്ത ഉണ്ടാക്കുമായിരുന്നു. പാവങ്ങൾക്ക് കോഫ്ത ഉണ്ടാക്കി നൽകുമായിരുന്നു. നിന്റെ മുത്തശ്ശിയും അമ്മയും ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അത്ര നല്ലവരായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാൻ വന്നത്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. ബൻസി അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശി എത്തിച്ചേർന്നു. ബൻസി, നീ എന്താ മോനെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഈ ഉന്തുവണ്ടി ആരതാണ്? ഇത് എവിടെ നിന്ന് ഇവിടെ വന്നു? ഇത് നമുക്ക് ഒരു ചെറിയ മാലാഖിയാണ് തന്നിട്ട് പോയത്. ബൻസി അപ്പോൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ഞാൻ നിന്റെ മാതാപിതാക്കളുടെ കൂടെ ചേർന്ന് കോഫ്ത വിൽക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു പാവം കുഞ്ഞു പെൺകുട്ടി ദിവസവും വന്ന് കോഫ്ത കഴിക്കുമായിരുന്നു. പക്ഷെ അവളപ്പോൾ ദേവതയായിരുന്നില്ല. ഇനിയിപ്പോൾ ദിവസവും നമുക്ക് കോഫ്ത ഉണ്ടാക്കി വിൽക്കാം, വെറും 10 രൂപയ്ക്ക്. പിന്നെ എന്തു സംഭവിച്ചു? അടുത്ത ദിവസം മുതൽ സരസ്വതിയും കുഞ്ഞു ബൻസിയും ചേർന്ന് ആ ഗ്രാമത്തിൽ കോഫ്തയുണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. മധുരമുള്ള കോഫ്ത, പനീർ കോഫ്ത, പാലക് കോഫ്ത, മഞ്ചൂരിയൻ കോഫ്ത, വെണ്ടക്കയുടെ കോഫ്ത, പട്ടാണി കോഫ്ത. എല്ലാവരും വേഗം വരൂ, വെറും 10 രൂപയ്ക്ക്. ഒരുപാട് ഗ്രാമവാസികൾ അവരുടെ അടുത്ത് കോഫ്ത കഴിക്കാനായി വന്നു. മണം വളരെ നന്നായിട്ട് വരുന്നുണ്ടല്ലോ. ഞാനും കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് സൊറക്ക കോഫ്ത ഒന്ന് തരാൻ പറ്റുമോ? ഇതാ കഴിക്കൂ. ആ കോഫ്ത കഴിച്ച മനുഷ്യന് വളരെയധികം സന്തോഷമായി. ഓഹ്, എന്റെ പൊന്നോ, ഈ കോഫ്ത ശരിക്കും നല്ല രുചിയുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തുമാർ ഇവിടെ കൊണ്ടുവരും. പിന്നെ ഞാൻ എല്ലാരുടെ അടുത്തും പറയും. അങ്ങനെ വളരെ പതുക്കെ സരസ്വതിയുടെ 10 രൂപയുടെ കോഫ്ത വളരെയധികം പ്രശസ്തമായി. ജനങ്ങൾ എല്ലാവരും തന്നെ സരസ്വതിയുടെ ഉന്തുവണ്ടിയുടെ സമീപത്ത് കോഫ്തയ്ക്ക് വേണ്ടി തിരക്കുകൂട്ടി. അവരവരുടെ ഊഴത്തിനായി കാത്തുനിന്നു. അവരുടെ ജീവിത നിലവാരവും പതുക്കെ ഉയരാൻ തുടങ്ങി. ബൻസിയും ഇപ്പോൾ നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. ചേടാ, ഈ കിഴവി അങ്ങനെ എന്ത് മായമന്ത്രമാണ് ചെയ്തിരിക്കുന്നത്? ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നേലൊന്ന് 3 മാസം മുമ്പ് വീട്ടിലൊരു 10 രൂപ കോയിൻ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നോക്ക്, അവൾ സ്ഥലത്തിന് മേലെ സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഭീമന ചേട്ടാ. തീർച്ചയായിട്ടും എന്തോ ഒരു രഹസ്യമുണ്ട്. ഇന്ന് രാത്രി എല്ലാരും ഉറങ്ങിയതിനു ശേഷം നമ്മൾ 2 പേരും പോയിട്ട് അവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ആ തള്ളുവണ്ടി കട വന്നിട്ട് നമുക്ക് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് കളയാം. അതിനെപ്പറ്റി നിങ്ങളൊന്നും വിഷമിക്കേണ്ട ചേട്ടാ. ആ കാര്യം ഞാൻ അങ്ങ് ഏറ്റ്. ആ തള്ളുവണ്ടി കട ഇനി ഉണ്ടാവില്ല. അങ്ങനെ രാത്രിയായ സമയത്ത് ഭീംനാഥിന്റെ സഹായി ഉന്തുവണ്ടിയുടെ സമീപം വന്നു നിന്നു. അവൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞു ദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ആരെങ്കിലും ഒരാൾ ഈ ഗ്രാമത്തിൽ ഉണ്ടാകുമെന്ന്.
അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന്, ഇത്രയും സന്തോഷമുള്ള കുടുംബത്തിനെ കണ്ണുവെക്കുമെന്ന്. ആ പൂമ്പാറ്റെ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മര്യാദയ്ക്ക് അവിടുന്ന് പോയിക്കോ, എന്റെ ജോലി ചെയ്യാൻ വിടുന്നേ. നീ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയൊന്നും കേൾക്കില്ല. നിൽക്കു, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കാണിച്ചു തരാം. ആ കുഞ്ഞു ദേവത തന്റെ ശക്തി വെച്ച് ആ കള്ളന്റെ മേൽ ചിറക് വച്ചു. ചിറക് വച്ച ഉടനെ തന്നെ ആ കള്ളൻ അവിടെ നിന്നും പറക്കാൻ തുടങ്ങി. അയ്യോ, എന്നെ രക്ഷിക്കോ, എന്നെ രക്ഷിക്കോ, അയ്യോ എന്നെ താഴെ വിട്ടേക്ക് പ്ലീസ്. ആ കള്ളന്റെ ശബ്ദം കേട്ട് അവിടേക്ക് ബാക്കി എല്ലാവരും എത്തിച്ചേർന്നു. സരസ്വതിയും ബൻസിയും കൂടി അങ്ങോട്ടേക്ക് എത്തി. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ്? ആ പൂമ്പാറ്റിന്റെ അടുത്ത് ചോദിച്ചോ, ഇനി ഞാൻ മോഷ്ടിക്കാൻ വരില്ല, എന്നെ താഴെ ഇറക്കാൻ പറയൂ. ആ ഭീംനാഥാണ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാൻ എവിടെയാ പറഞ്ഞത്? ഇവൻ വെറും കള്ളം പറയാണ്. ഞാൻ എന്തിനാ അങ്ങനെ പറയാൻ പോകുന്നത്? ഈ ദിവസത്തിന് ശേഷം ഏതെങ്കിലും ഒരാൾ ബൻസിയെയും സരസ്വതി അമ്മയെയും ഉപദ്രവിച്ചാൽ അവർക്കും ഈ ശിക്ഷ തന്നെ കിട്ടും. ആ രണ്ടുപേരെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. ഗ്രാമവാസികളെല്ലാം ചേർന്ന് ഭീംനാഥിനെയും ആ കള്ളനെയും പോലീസിൽ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ കട വളരെ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സരസ്വതി അമ്മയുടെ 10 രൂപയുടെ കോഫ്ത എല്ലായിടത്തിലും പ്രശസ്തമായി. ഞാൻ നിങ്ങളുടെ കോഫ്തിനെ പറ്റി കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പനീർ കോഫ്ത തരാൻ പറ്റുമോ? തീർച്ചയായും, ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ സരസ്വതി അമ്മ ആ ഇംഗ്ലീഷുകാരന് പനീർ കോഫ്ത കൊടുത്തപ്പോൾ അദ്ദേഹം തന്റെ വീഡിയോയിലും വ്ലോഗിലുമെല്ലാം ഇതിനെപ്പറ്റി പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയ്ക്ക് ഒരുപാട് ലൈക്സും കമന്റ്സും വന്നു. ആ വീഡിയോ കാരണം ഇന്ത്യയിലും വിദേശത്തുമെല്ലാം സരസ്വതി അമ്മയുടെ കോഫ്ത പ്രശസ്തമായി. ബൻസി നല്ല സ്കൂളിൽ പഠിക്കുവാൻ തുടങ്ങി. പിന്നെ സരസ്വതി അമ്മ തന്റെ 10 രൂപയുടെ കോഫ്ത കൊണ്ട് വളരെ സന്തോഷവതിയും ജീവിതം നന്നായി ജീവിക്കാനും തുടങ്ങി. മറ്റുള്ളവരെ സഹായിക്കാനും തുടങ്ങി.